ഹായ്, ഇത് ഞങ്ങളുടെ ഒരു സൺഡേ ആണ് കേട്ടോ. ഇത് അന്ന് തന്നെ ഇടാനായിട്ട് വെച്ചിരുന്നത്. കാര്യം അന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞ് അത്യാവശ്യം നല്ല മഴയായിരുന്നു. 2 ദിവസമായിട്ട് നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നാണൊന്ന് വോയിസ് കൊടുക്കാൻ പറ്റിയത്. സൺഡേ ഞങ്ങൾ രാവിലെ തന്നെ പോയത് മുടി വെട്ടാനായിട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ സാധാരണ എങ്ങോട്ടേക്കും പോകാറില്ല, ഉച്ച കഴിഞ്ഞാണ് എല്ലായിടത്തും പോകാറ്. കാരണം രാവിലെ അത്യാവശ്യം ജോലിയാണ് വീട്ടിൽ, അതെല്ലാം ഒന്ന് ഒതുക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങാറ്. അങ്ങനെ മുടി വെട്ടാനൊക്കെ പോയി മുടിയൊക്കെ വെട്ടി ഇറങ്ങാൻ നേരം ഇവിടുത്തെ സർവീസിൻ്റെ കാര്യമാണല്ലോ. ഈ കടയുടെ പേര് ടു ഫേസ് എന്നാണ് കേട്ടോ. ഇത് ലേഡീസിനെയും ജെൻസിനും കൂടി ഉള്ളതാണ്. ലേഡീസിന് അപ്പുറത്തെ സെക്ഷനാണ്, ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് കുറച്ച് ഫാൻസി മേടിക്കാനുണ്ടായിരുന്നു. കാര്യം 2 മാസത്തോളമായി ഞങ്ങൾ എന്തെങ്കിലും പോയിന്ന് മേടിച്ചിട്ട്. ഞങ്ങൾ പിന്നെ അവിടെ കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ, ഒരു മോതിരം, കുറച്ച് കമ്മലൊക്കെ മേടിച്ച്. എനിക്ക് സ്റ്റഡാട്ടോ ഇഷ്ടം. അങ്ങനെ അതൊക്കെ മേടിച്ചിറങ്ങി. ഈ ജീപ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഇത് ബാക്കിറങ്ങി പോകുന്നതല്ല, നമ്മൾ തനിയെ ഓടിക്കണം. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി. വീണ്ടും ഞങ്ങൾ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. കാരണം ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. അതെടുത്തില്ലെങ്കിൽ വളരെ പ്രശ്നമാണ്. പക്ഷേ വലിയ സാധനങ്ങളൊന്നുമല്ല, ഒരു ഫോണാണ് കേട്ടോ. എൻ്റെ ഫോണല്ല, എൻ്റെ ഫോൺ ഞാൻ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഒരു പാൽ സർബത്തും ഒരു ബ്രൗണിയും മേടിച്ചു. ബ്രൗണി ശരിക്കും എനിക്ക് വിശന്നിട്ടാണ് മേടിച്ചത്, പക്ഷേ കൊള്ളില്ലായിരുന്നു കേട്ടോ. അത് കഴിച്ചിട്ട് ഞാൻ പകുതി കൈ തന്നെ വെച്ചിരുന്നു. കളയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് മേടിക്കുമ്പം ഞാൻ അങ്ങനെ വലുതായിട്ട് പറയില്ല, ഞാൻ അത്യാവശ്യം ഫുഡ് കുറച്ചേ കഴിക്കത്തുള്ളൂ. കാര്യം ഇപ്പോൾ നല്ലോണം കൺട്രോൾ ചെയ്യുന്നുണ്ട് ഫുഡ്. അതുകൊണ്ട് ഇപ്പോൾ അധികം വിശന്നിരുന്നാലും കുറച്ചേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തിരിച്ച് വരുമ്പോൾ ഞങ്ങളൊരു കടയിൽ കയറി ബെൽറ്റൊക്കെ മേടിച്ചു. കേക്ക് കഴിച്ചേക്ക് കേട്ടോ, കളഞ്ഞിട്ടില്ല. അത് വീട്ടിൽ കൊണ്ട് വെക്കാൻ. വീട്ടിൽ പിന്നെ ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ബെൽറ്റ് മേടിക്കാൻ കയറി. ബെൽറ്റ് മേടിക്കുമ്പോൾ എപ്പോഴും വെച്ച് നോക്കിയിട്ട് എടുക്കാൻ പറയും. കാര്യം എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനെന്തെങ്കിലും ഒരു കുഴപ്പം പറയാറുള്ളത് അത് പതിവാണ്. അങ്ങനെ എടുത്ത് വെച്ച് അളവൊക്കെ നോക്കിയിട്ട് അത് മതിയെന്നും പറഞ്ഞാൽ ഇറങ്ങിയത്. സ്പ്രേ മേടിക്കണമെന്നുണ്ടായിരുന്നു, കുറച്ച് നേരം നോക്കിയിട്ട് വേണ്ടാന്നും പറഞ്ഞെങ്കിൽ ഇറങ്ങിയായിരുന്നു. തിരിച്ച് ഞങ്ങൾ പിന്നെ വീണ്ടും പോവാണ് കേട്ടോ. ഞങ്ങൾ ഇനി ഒരു സിനിമയ്ക്കാണ് പോകാൻ പോകുന്നത്. വീട്ടിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ വെച്ചു. തിരിച്ച് സിനിമയ്ക്ക് പോയി. ഞങ്ങൾ മുമ്പേ കൂട്ടി എല്ലാ വട്ടവും ബുക്ക് ചെയ്തിട്ടാണ് പോകാറ്. കാര്യം അവിടെ ചെന്ന് ഞങ്ങൾക്ക് 2 വട്ടം അവിടെ പോയിട്ട് സീറ്റ് കിട്ടാതെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് ഇപ്പം, സ്ഥിരം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകാറ്. അങ്ങനെ ഞങ്ങൾ പാരപ്പള്ളി വഴിയാണ് പോകണം. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. കാരണം തിരിച്ച് വരുമ്പം ഇല്ലെങ്കിൽ വാങ്ങിക്കാൻ മണീസ് കാണത്തില്ല. രാത്രിയാവും വരുമ്പോൾ. ഞങ്ങൾ 6:30-ക്കുള്ള ഷോയ്ക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അതുവഴി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഞാൻ ഒരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങൾ ഇതുവഴി വന്നിട്ട് ഒരുപാട് നാളായി. കാരണം 2 മാസമായിട്ട് അത്യാവശ്യം നല്ല ടൈറ്റായിരുന്നു. ഒരു സിനിമ തിയേറ്ററിൽ വന്ന് കാണാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പാരപ്പള്ളി എത്താറായപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പാരപ്പള്ളി മാറി. ഈ പാലമൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളിപ്പോഴാണ് ഒരുപാട് നാൾ കഴിഞ്ഞ് ഇത് കാണുന്നത്. ഇപ്പോൾ നേരെ നമുക്ക് വളഞ്ഞു വരാൻ പറ്റില്ല, കുറച്ച് ചുറ്റുണ്ട്, അത് ചുറ്റിയേ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ രേവതിയിലേക്ക് എത്താറ്. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് സിനിമ തുടങ്ങാറായിട്ടുണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ അത്യാവശ്യം താമസിച്ചാണ് അവിടെ ചെന്നത്. കണ്ടില്ലേ, എല്ലാവരും കയറിപ്പോയി, ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം സ്പീഡിന് നടന്ന് പെട്ടെന്ന് കയറിപ്പോയി. അവിടെ ചെല്ലുമ്പോൾ ഒരു മൂവിയുടെ ആഡായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ മൂവി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് മൂവിയുടെ പേരങ്ങ് മറന്നുപോയി. നല്ല ട്രെയിലറായിരുന്നു, കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3D മൂവിയാണ് കേട്ടോ കണ്ടത്. നമ്മുടെ കൽക്കിയാണ് കണ്ടത്. മൂവിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കല്ലെങ്കിലും ഇതേപോലത്തെ മൂവിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 3D മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ തോർന്ന് ഒരുവിധമായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ചാറ്റിലുണ്ടായിരുന്നു. കാര്യം ഞങ്ങളവിടെ നിന്നില്ല. പിറ്റേന്നത്തേക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് പോയേ പറ്റും. എന്നിട്ടും പിറ്റേന്ന് രാവിലെ എങ്ങും പോയില്ല. കാര്യം നല്ല മഴയായിരുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പേ മഴ തുടങ്ങി. അങ്ങനെ രാത്രി ഇപ്പം ഞങ്ങൾ തിരിച്ച് സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് കത്തിയൊക്കെ വെച്ചാണ് പോയത്. പോകാൻ നേരം ഞങ്ങളൊരു ഹോട്ടലിൽ കയറി കഴിക്കാൻ ഫുഡൊക്കെ വാങ്ങിച്ചു. തണ്ട് ഇതാണ് കേട്ടോ ഹോട്ടൽ. കാര്യം ആ സമയത്ത് ഒരു ഹോട്ടലേ ഉള്ളായിരുന്നു. ഞങ്ങൾ നോക്കി വന്നിട്ട് കിട്ടിയതാണ്. അവിടെ കയറി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ തിരിച്ച് വരാൻ നേരത്ത് ഇതെന്നാ തരം വെളിച്ചെണ്ണ എടുക്കണമായിരുന്നു. വീട്ടിൽ പോയി വെളിച്ചെണ്ണയൊക്കെ എടുത്തു. വീണ്ടും കടയിൽ പോയി എനിക്ക് കോഫി കുടിക്കാനായിട്ട് കുറച്ച് ബ്രൂവും കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിച്ച് പിന്നെ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതുവഴിയാണ് നേരെ ഇങ്ങനെ പോയി വീടെത്തി. അപ്പോൾ കഥയൊക്കെ തുറന്ന് ഞങ്ങൾ അകത്തേറി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി.